നെജിലായ 1, 2, 3 തലാക്ക് ചൊല്ലി അള്ളാഹുവിന്റെ സാക്ഷി നിർത്തി വിവാഹബന്ധം ഞാൻ വേർപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളാണ് ഈ അവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചേനാ? അപ്പോഴീ മാല കഴുത്തിന്ന് അപ്പം തന്നെ ഊരി. കാരണം അലിമിന് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നിക്കാഹിന്റെ പാഠവും ഒരു ജനാസയുടെ പാഠവും ഒരു മയ്യത്തിന്റെ പാഠവും ഒക്കെ എനിക്കറിയാം. തലാക്ക് ചൊല്ലി. പക്ഷെ എന്ത് കാരണത്തിലെന്ന് എനിക്ക് ഇന്നും അറിയില്ല, അന്നും അറിയില്ല. അങ്ങനെ തലാക്കായിപ്പോയി. പള്ളിയെ കേൾപ്പിച്ച് തലാക്കായി. ഇനി നെജിലായ മടക്കിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഒരാൾ ഓർക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ വന്നപ്പോഴും സിംഗിളായിരുന്നു, ഇപ്പോഴും സിംഗിൾ തന്നെയാണ്. പിന്നെ മക്കളുണ്ട്, നമുക്ക് ആരുണ്ടെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു കരമില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഇവിടെയുള്ള കുറച്ചാളുകൾ, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഈ കള്ള ഐ ഡി ഉപയോഗിച്ച് ബാഡ് കമൻറ്റ് എഴുതി അയക്കുന്ന ആൾക്കാർ നമുക്ക് കണ്ടുപിടിക്കാം. വാട്സപ്പ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പെണ്ണിനെ ഏത് കോലത്തിൽ കമൻറ്റിലൂടെ ഇടാം. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഗോഡ് അല്ലെങ്കിൽ FF അല്ലെങ്കിൽ SH അല്ലെങ്കിൽ എവിടെയുള്ള ആൾക്ക്, അല്ലെങ്കിൽ ഒരാളൊരു കമൻറ്റ് പറയട്ടെ, ഇവളെ 2 കെട്ടിച്ചതാണ് 3 കെട്ടി, അപ്പൊ അടുത്ത ആള് 2 കെട്ടിച്ച ആ കമന്റിന്റെ ഇടയിൽ അടുത്ത ആള് നോക്കിയാൽ 3 കെട്ടിച്ച. അങ്ങനെയല്ല. നിങ്ങൾക്ക് എൻ്റെ ലൈഫ് സ്റ്റോറിയല്ലേ അറിയേണ്ടത്. 17 വയസ്സിലായിരുന്നു കല്യാണം. കുറച്ച് കാര്യം പറയാം, ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി വൈകിട്ട് പറയാം. അങ്ങനെ പറയാം, കാരണം പറയാൻ ഒരുപാടുണ്ട്. കുറേ പേർക്ക് അറിയണം. കുറേ പേര് പറഞ്ഞ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ 17 വയസ്സിലായിരുന്നു കല്യാണം. കുളമട രാജ ഓഡിറ്റോറിയം വെച്ച് ഭയങ്കര കല്യാണമായിരുന്നു. എനിക്കന്ന് 17 വയസ്സും അദ്ദേഹത്തിന് 33 വയസ്സും. എൻ്റെ വാപ്പാര ബാല്യകാല സുഹൃത്ത്, അതായത് ഇദ്ദേഹത്തിൻ്റെ അളിയൻ പെങ്ങളുടെ ഭർത്താവായിരുന്നു എൻ്റെ കല്യാണം കൊണ്ടുവന്നത്. എവിടെയാണ് കെട്ടിച്ചതെന്ന് ചോദിച്ചാൽ ചടയമംഗലം. അങ്ങനെ നിങ്ങളടുത്ത് പറയാതെ ഇരിക്കാൻ എനിക്ക് പറയണ്ട എന്ന് ഞാൻ കരുതി. കാരണം എന്ന് വെച്ചാൽ ഞാൻ മറന്ന കാര്യങ്ങളാണ്. വർഷം ഇത്രയായി, 2012 കല്യാണം. അങ്ങനെ ഇരിക്കവേ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ പിറ്റേന്ന് നമ്മൾ പെൺകൂട്ടരെ വീട്ടിൽ ഭയങ്കര കല്യാണമായിരുന്നു. എനിക്ക് വളയിടക്കമൊക്കെ 3 പവൻ അടുപ്പിച്ച് കൊണ്ടിട്ട് എനിക്ക് 3.5 പവനായിരുന്നു മഹർ. 25 പവനും 2 ലക്ഷം രൂപ അച്ചാരവും 15 ലക്ഷം രൂപ സ്ത്രീധനം. അന്ന് 15 ലക്ഷം രൂപ കൊടുക്കാൻ നിവർത്തിയില്ല. ഉപ്പ വയ്യാണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. അപ്പോഴേ അതുകൊണ്ട് ഈ 15 സെന്റ് വസ്തു അദ്ദേഹത്തിന് എഴുതി വെച്ച്, അദ്ദേഹത്തിന്റെ വാപ്പാര നിർബന്ധപ്രകാരം വാക്കാലെ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എഴുതി വെച്ച് ഇല്ല. പിന്നെ മസ്റുമോളെ മദ്രസയെ വിടുന്നില്ല. എന്ത് ഇയാൾക്ക് വയ്യ പന്ന മക്കളങ്ങ് അപ്പുറത്ത് പോയി. അപ്പോഴത്തേക്ക് ഈ മസ്റുമോളൊന്ന് മദ്രസയെ വിടുന്നില്ല. ഈ മഫ്തയും കൂടെ കെട്ടിയിട്ടിരിക്കുമ്പോ അല്ലേ മോൾക്ക് ഭയങ്കര വിഷയമാണ്. മക്കളെ സൗണ്ട് കുറ പന്ന. അങ്ങനെ അതിന് പകരം ഈ അന്നെനിക്ക് അമ്മക്കൊരു ഓടിട്ട കുഞ്ഞു വീടാണ്, ആ കുടുംബ വീട്. അങ്ങനെ സഹോദരൻ എന്ന ആട്ടോ ഓടിക്കുന്നു, അനിയൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോഴീ വീട്ടിലെ ആദ്യത്തെ കല്യാണാലോചന വീഡിയോ പിടിക്കുന്ന പൊന്നമ്മണ്ടായി. ആദ്യത്തെ കല്യാണാലോചന ഇങ്ങനെ വന്ന് ആദ്യം ഒരു കൊല്ലത്തു നിന്നാണ് ഒരാള് കാണാൻ വന്നത്. അപ്പൊ കൊല്ലത്തുനിന്ന് വന്ന ആള് ആ കല്യാണം നടന്നില്ല. എന്താണെന്ന് അറിയില്ല, നടന്നില്ല. അന്ന് ഇതുപോലെയൊന്നുമല്ല, എത്ര നിറം ഇല്ല മക്കളെ. ഇത് ഓഫാവും മക്കളെ. അതിനുശേഷം മസ്റുമോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കേട്ടാ. അതിനുശേഷം ഇങ്ങനെ ഇരുന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആദ്യത്തെ ദിവസം പെണ്ണിന്റെ വീട്ടിലാണല്ലോ, നമ്മൾ തടിയലമാരെയാണ് മറുവീടിന് കൊണ്ടുപോയത്. ആദ്യത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം മദ്യപാനം. ഞാൻ അലിമിന് പഠിച്ച വ്യക്തിയല്ലേ. അപ്പൊ വീട്ടുകാരുടെ അടുത്ത് എനിക്കന്ന് ഒരു ടോർച്ച് സെറ്റ് ഫോണാണ് വളയിടക്കത്തിന് കൊണ്ടു തന്നത്. അദ്ദേഹം അങ്ങനെ വിളിക്കാറൊന്നുമില്ലായിരുന്നു. കല്യാണത്തിന് ഡ്രസ്സിന്റെ അളവും എനിക്ക് ലെഹങ്കയായിരുന്നു കല്യാണത്തിന്, ലാച്ച പോലത്തെ. അപ്പോഴ് ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് ഭയങ്കര മദ്യപാനം, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഉമ്മ പറഞ്ഞെന്താണെന്നറിയാമോ, മക്കളെ നാണക്കേടാണ്, നിന്നെ ഇത്രയും കെട്ടിച്ച് വിട്ട് നാണക്കേടാണ്, നമുക്ക് ആരുടെ അടുത്ത് പുറത്ത് പറയാൻ പറ്റൂല. പക്ഷെ അന്ന് ആ നാണക്കേട് തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ഫോൾട്ടും വരില്ലായിരുന്നു. അന്ന് ഒന്നും അറിയാൻ വയ്യ, എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം. 17 വയസ്സ് ഞാൻ പ്രഗ്നന്റ് ആയി. മോനെ റയ്യ മോനെ പ്രഗ്നന്റ് ആയി. സ്കാൻ എടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ആദ്യം ഒരു കുഞ്ഞ് അബോഷനായി പോയിട്ടുണ്ടായിരുന്നു, അതായത് 5 ദിവസത്തെ വ്യത്യാസം. അപ്പൊ ഡോക്ടർ പറഞ്ഞു
എനിക്ക് പനിയും കിട ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് നോക്കാം, 6 മാസം കുഞ്ഞാവരുത് എന്നാണ് പറഞ്ഞത്. അപ്പോഴും പറഞ്ഞ് എൻ്റെ മകനെ പ്രസവിക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്നെൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു. റയ്യാ മോന് സ്കാൻ എടുത്ത് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണ്. ഡോക്ടർ പറഞ്ഞ് എടുത്ത് കളയാം, ഈ കുഞ്ഞിനെ കൊണ്ട് ഉപയോഗമില്ല. അപ്പം അദ്ദേഹം ഗൾഫിൽ കയറിപ്പോയി. അന്ന് ഈ നെറ്റിൻ്റെ കോൾ ഉണ്ടല്ലോ, അത് ടോർച്ച് സെറ്റ് ഫോണാണ്, ഇവർക്ക് മാത്രമേ ടച്ച് ഫോൺ ഇറങ്ങിയ സമയം. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ അല്ലല്ലോ വയറ്റിൽ കയറി തീരുമാനിക്കുന്നത് KTCTയിൽ അല്ല. ഡോക്ടർ പറഞ്ഞ് ഈ മോൻ വന്നാൽ കണ്ടും കേട്ട് നിൽക്കത്തില്ല പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഡോക്ടർ ഹെൻറി സ്കാൻ ചെയ്ത് എവിടെയെല്ലാം എക്കോ രാത്രി എടുത്ത് സുൽഫിക്കർ ഡോക്ടറിനെ കണ്ട്, എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി ഭൂമിയിലോട്ട് വരട്ടെ, വയറ്റിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ മകനെ പറ്റില്ല. അങ്ങനെ പ്രസവിച്ച് പുറത്ത് കുഞ്ഞ് വന്ന് കൊണ്ടോടി എമർജൻസി ICUവിൽ കൊണ്ട് കയ്യിലൊക്കെ മരുന്ന്. ഒന്ന് ചെറിയൊരു ശ്വാസം മുട്ട് കണ്ടാൽ മാഷാ അല്ലാ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ഒരു മുഖം. പോവാൻ വരണ കുട്ടികളെല്ലാം അങ്ങനെയല്ലേ. അങ്ങനെ ഇരുന്ന് എമർജൻസി ICUവിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ശ്രീചിത്രയെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മോൻ മരണപ്പെടും. കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മോൻ മരണപ്പെടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മകനെ കാണണം. അങ്ങനെ എൻ്റെ കയ്യിൽ മരുന്നൊക്കെ തേച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മോനെ കണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഹൃദയത്തിൻ്റെ അവിടെ ഒരു ചെറിയ വളവുണ്ട്, അന്ന് മാത്രമല്ല, കരയാനുള്ള ശേഷിയില്ല, ഒന്നുമില്ല. മരുന്നിൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്, കൈയും കാലൊക്കെ അനക്കുന്നു, കണ്ണ് തുറന്നു നോക്കാനുള്ള ശേഷിയില്ല. അങ്ങനെ 3ൻ്റെ അന്ന് ഡിസ്ചാർജായി സുഖപ്രസവമായിരുന്നു. വീട്ടിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആറ്റിങ്ങലെത്തിയപ്പോൾ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കരഞ്ഞു. കുഞ്ഞിനെ എടുക്കാൻ അറിയില്ല, പേടിയാണ്, തറയെ വീണു പോവോ. മോൻ 2.25 വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മോൻ 16ൻ്റെ അന്ന് മരണപ്പെട്ട്. അന്ന് കാക്ക ആട്ടോ, അന്ന് ഇവിടെ ഒരു മാലിക് ഡോക്ടറുണ്ട്. കാക്ക പറഞ്ഞു ഉമ്മ എന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും തിന്നാൻ വിളിക്കല്ലേ, എവൻ്റെ വെപ്രാളം കണ്ടിട്ട് കണ്ടും കേട്ട് നിൽക്കത്തില്ല. അന്ന് ആടൊക്കെയുള്ള സമയമാണ്. അങ്ങനെ നമ്മൾ പോയി. ഡോക്ടർ പറഞ്ഞു എന്നെ കൊണ്ടുപോയില്ല, എനിക്ക് വാപ്പ കൂട്ടിയിരുന്നു. ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ട് 15 മിനിറ്റായി, എൻ്റെ പുന്നോട് മുസ്ലിം ജമാഅത്തിൽ അടക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ബന്ധം ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വീട്ടുകാരുടെ അടുത്ത് പലതവണ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന്. വീണ്ടും ഒത്തുതീർപ്പായി പോയി. പല ഇതിൻ്റെ ഇടയിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ട്, അത് പറഞ്ഞു പോയാൽ എനിക്ക് ദുഃഖമാണ്. അപ്പോൾ ഫസ്റ്റ് വിവാഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാ എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ മസ്റുമോൾ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. 45ാമത്തെ ദിവസമാണ് കണ്ടിട്ടുള്ളത്. മസ്റുമോൾക്ക് 9 വയസ്സായി. എങ്ങനെയാവും സ്വന്തം ഉപ്പ? അതിനുശേഷം അദ്ദേഹം വീട്ടിൽ നിൽക്കവേ ആ ഫസ്റ്റ് ഫുൾ സ്റ്റോപ്പ് അവിടെ നിർത്തുമ്പം ഞാൻ ഓഫാക്കും കേട്ടാ, ബാക്കി ഞാൻ ഇൻഷാ അല്ലാ വൈകിട്ട് പറയാം. അപ്പം അതിനുശേഷം രണ്ടാമത് 1 മാസം നിന്ന് മസ്റുമോള് പ്രഗ്നൻ്റ് ആയി, ഒത്തുതീർപ്പായിപ്പോയി ഒരു റമളാനിക്ക്. അതിനുശേഷം 30ൻ്റെ അന്ന് എൻ്റെ കട്ടിലിൽ നിന്ന് പ്രശ്നമായി, ചവിട്ടി, അങ്ങനെ എൻ്റെ പ്ലാസൻ്റെ താഴോട്ടായി. കുടിയാണ് മെയിൻ പ്രശ്നം. അതിനുശേഷം നിസ്കരിക്കാൻ സമ്മതിക്കില്ല, ഒന്നിനും. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു സമാധാനം എനിക്കില്ല. കുടിയും കൂട്ടുകെട്ട്, എണീക്കണത് കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കവേ ആരാണെന്നോ എന്താണെന്നോ ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കവേ അദ്ദേഹം മസ്റുമോള പ്രസവിച്ചു. SIT ഹോസ്പിറ്റലിലായിരുന്നു. വീണ്ടും ഗൾഫിൽ നിന്ന് ഒരു കേസിൻ്റെ കാര്യത്തിന് അദ്ദേഹത്തിന് അവിടെ വെച്ച് കേസായിപ്പോയെന്തോ, പെട്ടെന്ന് പേര് വന്നു, നാട്ടിൽ കയറി വന്നു. 40ഒക്കെ ഗംഭീരമായിട്ട് നടത്തി. എൻ്റെ വീട്ടിലായിരുന്നു. മസ്റുമോൾക്ക് സ്വർണ്ണങ്ങളൊക്കെ ഒരു 6-7 പവൻ കിട്ടി. അതിനുശേഷം ഒത്തുതീർപ്പായി വീണ്ടും അങ്ങ് കൂട്ടി. 45ൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പ്രശ്നമായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടി, ഇതാണ് പ്രശ്നം. കുടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കുടി. മോക്ക് ഹാർട്ടിനൊരു ചെറിയ ഹോളുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നമായിട്ട് ഇവിടെ വീണ്ടും വന്നു. പിന്നെ മോൾക്ക് 46-ാം മാസത്തിൽ ചോറ് കൊടുപ്പിൻ്റെ ഈ കേസായതുകൊണ്ട് ഗൾഫിൽ അങ്ങനെ കയറാൻ പറ്റിയില്ല. 6-ാം മാസത്തിൽ ചോറ് കൊടുക്കണേൻ്റെ ആ ഒരാഴ്ച ഒത്തുതീർപ്പാക്കി അവിടെ കൊണ്ട് നിർത്തി. എല്ലാവരോടും സംസാരിച്ച് നിർത്തി. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, മോളെ കാണണം, കാണാതിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. അദ്ദേഹം ഗൾഫിൽ കയറിപ്പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മോൾക്ക് 1 വയസ്സായി. പിച്ച വെച്ച് നടക്കണം ആ സമയം. അതായത് നല്ല ഗുണ്ടുമണിയാണ് അവള്, മാഷാ അല്ലാ. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ചെറുമക്കൾക്കൊക്കെ എൻ്റെ പ്രായമുണ്ട്. അപ്പം ഉമ്മാൻ്റെ ലാസ്റ്റ് മകനായിരുന്നത്. മകന് തന്നെ 31 വയസ്സ്.
അങ്ങനെ കേക്ക് മുറിക്കുന്ന ആ ദിവസമായപ്പോൾ നാത്തൂൻ്റെ മകള് പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അന്ന് വിഷയമായി. ഞാനും എന്നെ അദ്ദേഹം വിളിക്കാറൊന്നുമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാറില്ല. മാമിയെ മാത്രം വിളിക്കും. എൻ്റെ ടോർച്ച് സെറ്റിൽ എനിക്ക് പിന്നെ മൊബൈലൊന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കവേ രാത്രി ഉറങ്ങി എണീച്ച് രാവിലെ ഫോൺ എടുത്ത് നോക്കുന്ന വാട്സപ്പ്. ആ ഒരാഴ്ച ഒരാൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു ടച്ചിൻ്റെ ഫോൺ അദ്ദേഹം കൊടുത്തേച്ച്. അദ്ദേഹം ഉപയോഗിച്ച് തന്നെ അന്ന് സാംസങ് ഗാലക്സി 2 അങ്ങനെ എന്തോ ഒരു ഫോൺ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോണിൽ വാട്സപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തേച്ച. എൻ്റെ അടുത്ത് മിണ്ടാറില്ല, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ മാമിയുടെ ഫോണിൽ ആ ഷമീർ എന്ന് പറയുന്ന ഇക്കായാണ് ആയിരുന്നു വന്നത്. അങ്ങനെ വന്നപ്പം എൻ്റെ ഫോൺ കൊടുത്ത് അവിടെ വെച്ച് ഷമീർ എന്ന് പറഞ്ഞ ഇക്കാൻ്റെ ഫോണിൽ തന്നെ വിളിച്ച്, അപ്പം ഫോൺ കൊടുത്തിട്ടുണ്ട് നെജില, ഇതിനകത്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ ഇട്ട് ആഡ് ചെയ്യണം. അങ്ങനെ കാക്കച്ച് ശരിയാക്കി തന്ന്, സഹോദരൻ ശരിയാക്കി തന്ന്, അങ്ങനെ ആഡ് ചെയ്ത് വാട്സപ്പ് ഉപയോഗിച്ച് അങ്ങനെ ഫോൺ അലമാരി വെക്കും. എടുക്കാനുള്ള അനുവാദമില്ല, എടുക്കരുത് പറയും. ഇയാൾ നെറ്റിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പോലും അറിയില്ല എങ്ങനെയാ ഫോൺ നീക്കല്ലേ, ടച്ചല്ലേ, ഇത്രയും നാൾ കീപാഡ് ഫോണല്ലേ ഉപയോഗിച്ച്. അങ്ങനെ രാവിലെ അങ്ങനെ ഒരാഴ്ചക്കകത്ത് വാട്സപ്പൊക്കെ താഴത്തെ എല്ലാവരുടെയൊക്കെ പറഞ്ഞു തന്ന് വാട്സപ്പൊക്കെ പഠിച്ച് അദ്ദേഹം രാവിലെ ഫോൺ എടുത്ത് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 3 മിനിറ്റുള്ള വോയിസ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കവേ ഒറ്റയ്ക്ക് പൊരുതി, പറ്റിയില്ല, അള്ളാഹു തന്നില്ല. പൊരുതി വന്നപ്പോഴത്തേക്ക് കഴുത്തിൽ മഹറൊക്കെ കിടക്കല്ലേ, മോളുണ്ട്, കുഴപ്പമൊന്നുമില്ല. 3 തലാക്ക് നെജിലായ 1, 2, 3 തലാക്ക് ചൊല്ലി അള്ളാഹുവിൻ്റെ സാക്ഷി നിർത്തി വിവാഹബന്ധം ഞാൻ വേർപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളാണ് ഈ അവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചേനാ? അപ്പോഴീ മാല കഴുത്തിന്ന് അപ്പം തന്നെ ഊരി. കാരണം അലിമിന് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നിക്കാഹിൻ്റെ പാഠവും ഒരു ജനാസയുടെ പാഠവും ഒരു മയ്യത്തിൻ്റെ പാഠവും ഒക്കെ എനിക്കറിയാം, തലാക്ക് ചൊല്ലി. പക്ഷെ എന്ത് കാരണത്തിലെന്ന് എനിക്ക് ഇന്നും അറിയില്ല, അന്നും അറിയില്ല. അങ്ങനെ തലാക്കായിപ്പോയി, പള്ളിയെ കേൾപ്പിച്ച് തലാക്കായി. ഇനി നെജിലായ മടക്കിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഒരാൾ കെട്ടി മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാം മതത്തിന് കുറച്ച് കാഠിന്യമാണ്. പിന്നെ മസ്റൂറായെ കാണുന്നത് ഈ യൂട്യൂബ് ചാനൽ വഴിയാണ്. മസ്റൂറാരെ ചാപ്റ്റർ ഇങ്ങനെ നിൽക്കട്ടെ, മസ്റൂറായെ കണ്ടിട്ടില്ല, മസ്റൂറാക്ക് തിരിച്ചറിയില്ല. യൂട്യൂബ് ചാനൽ വഴി അദ്ദേഹം വേറൊരു പെണ്ണിനെ വന്ന് വിളിച്ചുകൊണ്ട് വന്ന് 3 കുട്ടികളെ ഒരു പെണ്ണെ വിളിച്ചുകൊണ്ട് വന്ന് ജീവിക്കുന്നുണ്ട്. മദ്യപാനം വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെ പോണുണ്ട് മദ്യപാനം. അദ്ദേഹം കാണുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ് സ്വന്തം മകളാ. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാണ്, ഒരു മോളെ കണ്ടിട്ടില്ല, മോക്ക് ചെലവില്ല, പള്ളിയെന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഒന്നും നമ്മൾക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഈ മോൾക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് സ്വന്തം തന്ത. ഞാൻ 9 വർഷക്കാലം, എൻ്റെ മകൾക്ക് ഈ മാർച്ച് 28-ാം തീയതി ആകുമ്പോൾ 9 പൂർത്തിയായി, 10-ാം വയസ്സ് തുടങ്ങി. സ്വന്തം മകളെ കണ്ടിട്ടില്ലാത്ത ഒരു ഉപ്പ യൂട്യൂബ് ചാനൽ വഴി കാണുന്ന ഒരു ഉപ്പാന്റെ അവസ്ഥകളാന്ന് ആലോചിച്ച് നോക്ക്. യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോഴാണ് ഇത്തിരി ക്ലിക്കായത്. അപ്പോഴ് ഒരാൾ വിളിച്ചിട്ട് എന്നെ പറഞ്ഞുകൊണ്ട്, മോള് എന്നെ പോലെയാണ് ഇരിക്കണല്ലേ യൂട്യൂബ് ചാനലിൽ കൂടെ, ദുനിയാവായിട്ടൊരു ബന്ധമില്ല, കുടി കുടി കുടി, മകളെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ യൂട്യൂബ് ചാനൽ വഴി പറയാണ്, അദ്ദേഹത്തിന് കാണാൻ യൂട്യൂബ് ചാനൽ വഴിയെങ്കിലും വിധി ആയിട്ടുണ്ടല്ലോ. ഞാൻ വളർത്തി, ഇത്രയും കാലം വളർത്തി, ഒരു കേസിന് പോയിട്ടില്ല, വഴക്കിന് പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. അപ്പം മസ്റൂറ മോൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് എനിക്കൊരു ഉപ്പ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ ഉമ്മച്ചിക്ക് ഇതുപോലെ കഷ്ടപ്പെടണ്ട, അതുകൊണ്ടാണ് എൻ്റെ മസ്റൂ മോള് പറഞ്ഞത് ഇനി ആരെയും കൊണ്ട് എന്നെ ഉപ്പ വിളിക്കരുത്. അപ്പം മസ്റൂ മോളെ ചാപ്റ്റർ അവിടെ ക്ലോസ്. അപ്പോഴും മസ്റൂറ മോള് വളരുന്നുണ്ട് എൻ്റെ കൈകളിൽ സുരക്ഷിതമായിട്ട്. നല്ല അവൾക്ക് വയ്യാത്തത് കൊണ്ടും ഈ സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ കൊണ്ടും ഇവിടെയുള്ള സ്കൂളിലൊന്നും അല്ല ഞാൻ മോളെ പഠിപ്പിക്കുന്നത്. അത്രയും കെയർ ചെയ്ത് മിസ്സുമാർക്ക് എല്ലാവർക്കും മസ്റൂറാന്റെ കാര്യം അറിയാം, ഒരുവിധപ്പെട്ട മിസ്സുമാർക്ക്. സ്കൂളിലെ ടീച്ചേഴ്സിന്, പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ കുട്ടീനെ നോവിക്കരുത്, ഒരു വഴക്ക് കൊണ്ട് പോലും. അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് ഞാൻ എൻ്റെ മോളെ വളർത്തുന്നുണ്ട്. ഇന്ന് വരെ ഈ മസ്റൂർ ഒരാവശ്യവും എൻ്റെ വാപ്പായ എനിക്ക് കാണണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ വാപ്പായ എനിക്ക് കാണണം എന്നൊരു വാക്ക് എൻ്റെ മോള് പറഞ്ഞിട്ടില്ല. ഉമ്മായും ഉപ്പായും കൊടുക്കുന്ന സ്നേഹം ഞാൻ കൊടുത്തു വളർത്തും. പിന്നെ എന്തേ മസ്റൂറ മോൾക്ക് ചെലവിന്, അന്ന് അവര് എല്ലാവരും പള്ളിയും പറഞ്ഞ് ചെലവിന് കൊടുക്കണം കുട്ടിക്ക് എന്ന് പറഞ്ഞപ്പം ചെലവിന് കൊടുക്കാൻ അന്നത്തെ എഗ്രിമെന്റിൽ അത് എഴുതിയിട്ടില്ല. 200 രൂപ പത്രത്തിലാണ് എഗ്രിമെന്റ്. എനിക്ക് എൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല.
കാരണം അതെനിക്ക് 17.5 വയസ്സേ ഉള്ളൂ. അദ്ദേഹം രജിസ്റ്റർ ചെയ്യാൻ പിന്നെ ഇതല്ല, പിന്നെ പള്ളിയിലെ സർട്ടിഫിക്കറ്റും ഓഡിറ്റോറിയത്തിൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. അപ്പം മസ്റൂറ മോളെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടാന്ന് ചോദിച്ചാൽ ജന്മം നൽകിയ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവളൊരു ഉപ്പാനെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ആവും ഒരു ഉപ്പയുള്ള മകള് എന്ന്? അവൻ്റെ ചെലവിന് കൊടുക്കാൻ കുട്ടി ബാധ്യസ്ഥനാണ്, പ്രത്യേകിച്ച് പെൺകുട്ടി. അതുകൊണ്ട് മസ്റൂറ മോൾക്ക് എന്നെങ്കിലും ഒരു നിക്കാഹിന്റെ സമയത്ത് ഇരിക്കാൻ അദ്ദേഹം വിധിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ. അതിനിപ്പുറം വെച്ചിട്ട് ഒരു ബന്ധങ്ങളും, കാരണം അദ്ദേഹം വേറൊരു ഭാര്യയുടെ കീഴിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ആദ്യത്തെ ഭർത്താവല്ല മരണപ്പെട്ടത്. ആദ്യത്തെ ഭർത്താവിന് മദ്യപിക്കുകയാണെങ്കിലും അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ വീഡിയോസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്രയും കാലം എൻ്റെ കയ്യിൽ മസ്റൂറ സുരക്ഷിതമായിരുന്നു. ഇനിയും അതുകൊണ്ട് ആരെ ചെലവും ഇനി മസ്റൂറ മോൾക്ക് വേണ്ട. 9-10 വർഷക്കാലം ഞാൻ വളർത്തിയല്ല, അതുകൊണ്ട് ഇനി ആരെ ചെലവും മസ്റൂറ മോൾക്ക് വേണ്ട. ഞാൻ വളർത്തും, എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലെ സഹോദരങ്ങൾ എൻ്റെ മക്കളെ നോക്കിക്കോളൂ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു പെണ്ണിൻ്റെ അപ്പം ആദ്യത്തെ ഭർത്താവാണ് മരിച്ചുപോയത്. ബാക്കി 2 കാര്യം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ മറന്ന കാര്യമാണ്. 2012 വർഷം എത്രയായില്ലേ, 2 മക്കൾ അതിൽ ഞാൻ ജന്മം നൽകി. പക്ഷേ എനിക്ക് അള്ളാഹു വിധി തന്നില്ല. 2 മക്കളെ ഞാൻ കൊടുത്ത് നന്നാവുമെന്ന് വിചാരിച്ച്, പക്ഷെ നന്നായില്ല. ഇത്രയേ ഉള്ളൂ. ഓരോ സൃഷ്ടികൾ ഓരോ രൂപത്തിലാണ്, ആരെയും കുറ്റം പറയാൻ പറ്റൂല. ജനിക്കുന്നോട്ട് മരിക്കുന്നവരെ. അപ്പൊ എൻ്റെ വിധി ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഇനി ആരും മസ്റൂറ മോൾക്കൊരു വേദന ഉണ്ടാകുന്ന വാക്കുകൾ ഒരു കമന്റിൽ പോലും നിങ്ങൾ രേഖപ്പെടുത്തരുത്. അവളൊരു ഉപ്പാന്റെ സ്നേഹം അറിഞ്ഞ് വളർന്ന മകളല്ല. ഓക്കെ, എൻ്റെ കയ്യിൽ എൻ്റെ മോൾ സുരക്ഷിതമായിരിക്കും. എത്തീമാണോന്ന് ചോദിച്ചാൽ എത്തീമാണ്. ഒരു വാപ്പ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനല്ലെങ്കിൽ ആ കുട്ടി എത്തീമാണ് ഇസ്ലാമിന്റെ നിയമപ്രകാരം.